Hello, we are going to the second video of the Serang of Ranaganji. നമ്മൾ കഥ എവിടെയാണ് അവസാനിപ്പിച്ചത് എന്ന് ഓർമ്മയുണ്ടാവും. കപ്പൽ ലിവർപൂളിൽ നിന്നും യാത്ര പുറപ്പെട്ടിരിക്കുന്നു. ആ യാത്രയുടെ രണ്ടാം ദിവസം കപ്പലിൽ ഏതാനും തൊഴിലാളികൾക്ക് ഒരു അസുഖം ബാധിച്ചിരിക്കുന്നു. ഈ അസുഖം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അത് വളരെ ഭീതിജനകമായ ഒരു അസുഖമാണ്, ഒരു പകർച്ചവ്യാധിയാണെന്ന് ഡോക്ടർ എ.ജെ. ക്രോണിന് മനസ്സിലാവുന്നു. ഈ രോഗികളെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് കൊണ്ടുവന്നത് ഹസൻ ആണ്. ഈ ഹസൻ എന്നുള്ള കഥാപാത്രത്തെ നാം പരിചയപ്പെടുകയാണ് ആദ്യമായി. അയാളുടെ പേര് ഹസൻ എന്നാണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കും. അയാൾ ആണ് കപ്പലിലെ സെറാങ്ക്. ഗോ ടു പേജ് നമ്പർ 113. പാരഗ്രാഫ് 3. The seamen certainly did not look well. They complained of general malaise, of intense headache and racking bone pains. They looked frightened too, as I asked them to strip and began my examination. ഞാൻ അവരോട് സ്ട്രിപ്പ് ചെയ്യുവാനും വസ്ത്രങ്ങൾ അഴിക്കുവാനും അതിനെ തുടർന്ന് എൻ്റെ പരിശോധന ആരംഭിക്കുകയും ചെയ്തു. ബോത്ത് വെർ ഫീവേർഡ്. രണ്ടുപേർക്കും കൊണ്ടുവന്ന രണ്ട് തൊഴിലാളികൾക്കും പനിയുണ്ടായിരുന്നു, ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. ഫീവേർഡ് വിത്ത് തിക്ലി ഫേർഡ് ടങ്സ് that dry skin which is nature's gravest warning. മറ്റു ലക്ഷണങ്ങൾ, their tongues were furred. Furred means white colored or with a fungal infection on the tongue. നാവിൽ പൂപ്പൽ പോലെ വെളുത്തിരുന്നു. അതുപോലെ their skin looked very dry. And that dry skin which is nature's gravest serious warning. And then to my horror, my palpitating fingers, my shivering fingers, my sensing fingers became aware of a scattering of hard little nodules under the wrist skin of each man. And this is nodules എന്ന് പറഞ്ഞാൽ small thick portions under the skin എന്നാണ് അർത്ഥം. ചെറിയ തൊലിക്കടിയിലുള്ള ചെറിയ പരിവരുപ്പുകൾ അല്ലെങ്കിൽ ഒരു ചെറിയ റാഷസ് ആണ് നോഡ്യൂൾസ് എന്ന് പറയുന്നത്. പരിവരുപ്പുകൾ, ചുവന്ന തടിച്ച പാടുകൾ. under the wrist skin of each man. It was an unmistakable symptom of smallpox. അത് സ്മോൾ പോക്സ് എന്ന മാരകമായ പകർച്ചവ്യാധിയുടെ ഒരു ലക്ഷണമായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്മോൾ പോക്സ് ഇപ്പോൾ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്ത, നിർമ്മാർജ്ജനം ചെയ്ത ഒരു അസുഖമാണ്. അതിൻ്റേതായ വാക്സിനും മറ്റു മരുന്നുകളുമെല്ലാം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിൽ നിന്ന് തന്നെ നിർമ്മാർജ്ജനം ചെയ്ത ഒരു രോഗമാണ് സ്മോൾ പോക്സ്. ചിക്കൻ പോക്സ് പോലെ ഇപ്പോഴും നമുക്കതൊരു ഭീഷണിയല്ലാത്ത ഒരു രോഗമായിരിക്കുന്നു ഈ സ്മോൾ പോക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കഥ നടക്കുന്ന സമയത്ത് അതിന് വാക്സിനോ മറ്റു മരുന്നുകളോ ഫലപ്രദമായി ഉപയോഗിച്ച് തുടങ്ങിയിരുന്നില്ല. അത് ഭീകരമായ മരണത്തിൽ അവസാനിക്കുന്ന ഒരു രോഗമായിരുന്നു. ഇപ്പോൾ കപ്പലിലെ 2 കൂലിപ്പണിക്കാർക്ക് ഈ രോഗം കണ്ടെത്തിയതായി ഡോക്ടർ ഞെട്ടലോടുകൂടി മനസ്സിലാക്കുകയാണ്. പ്രശ്നം, ഈ കപ്പൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. 1500ഓളം യാത്രക്കാർ അതിനകത്തുണ്ട്. മിക്കവരും വെള്ളക്കാരാണ്, പട്ടാള ഉദ്യോഗസ്ഥരാണ്. ഇത്തരത്തിലുള്ള ആളുകൾ നിറഞ്ഞിട്ടുള്ള ഈ കപ്പലിൽ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഈ രോഗം നടുക്കടലിൽ വെച്ച് പൊട്ടിപ്പുറപ്പെട്ടാൽ എന്താണ് ഉണ്ടാവുക എന്ന ഭീതിതമായ അവസ്ഥയാണ് അവിടെയുള്ളത്. ദാറ്റ് വാസ് വൈ ദ ഡോക്ടർ വാസ് ടെറിഫൈഡ്. ആൻഡ് മോർ ഓവർ ദ ഡോക്ടർ വാസ് ക്വൈറ്റ് ഇൻഎക്സ്പീരിയൻസ്ഡ്. വലിയ ജോലി പരിചയമൊന്നുമുള്ള പരിചയസമ്പന്നനായ ഒരു ഡോക്ടർ ആയിരുന്നില്ല അദ്ദേഹം എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം തികച്ചും പരിഭ്രാന്തനായിരുന്നു. അദ്ദേഹം എന്തു ചെയ്തു? യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ഇൻ മൈ പ്രൊഫഷൻ. ഞാൻ ചെറുപ്പവുമായിരുന്നു, പരിചയക്കുറവുമുണ്ടായിരുന്നു. I had not learned to control my feelings. I did not know how to control my feelings, how to hide my feelings. I wanted to hide my feelings so that others will not understand that I was terrified. എൻ്റെ വികാരങ്ങൾ ഞാൻ പുറത്ത് കാണിക്കുകയാണെങ്കിൽ കണ്ടു നിൽക്കുന്ന മറ്റുള്ളവർക്കും കാര്യങ്ങൾ എൻ്റെ നിയന്ത്രണത്തിന് കീഴിലല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. എ ഗുഡ് ഡോക്ടർ ഷുഡ് നോട്ട് ഡു ദാറ്റ്. എനിക്കത് അറിയാമായിരുന്നു. എങ്കിലും ഐ കുഡ് നോട്ട് ഹൈഡ്, ഐ കുഡ് നോട്ട് കൺട്രോൾ മൈ ഫീലിങ്സ്. My expression must have altered visibly
My facial expression, എൻ്റെ മുഖഭാവം, my expression might have altered, might have changed. Obviously, apparently, visibly means you could see that. എൻ്റെ മുഖഭാവം മാറിയത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. Visibly, for although the Serang said nothing, his lined and battered face assumed a look of deeper gravity. I was looking at the face of the Serang, and he did not say anything, but the expression on his face changed. It became more grave, it became more serious. And from that transformation, I understood that he understood the gravity of the situation. സറാങ് ഒന്നും പറഞ്ഞില്ല, പക്ഷെ അയാളുടെ മുഖം പെട്ടെന്ന് വലിഞ്ഞു മുറുകി. അതോടുകൂടി എനിക്ക് മനസ്സിലായി ഞാൻ എന്താണ് ഭയപ്പെട്ടത് എന്ന് സറാങ്കിന് മനസ്സിലായിരിക്കുന്നു. ഹറിഡ്ലി വിത്ത് ബീറ്റിംഗ് ഹാർട്ട് ഐ മെയ്ഡ് മൈ വേ ടു ദ ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ മുകൾത്തട്ടിലെ ഒരു ഭാഗം എന്നാണ് അർത്ഥം. ഓക്കെ. ക്യാപ്റ്റൻ ഹാമ്പിൾ വാസ് നോട്ട് ദർ, ബട്ട് ഇൻ ദ ചാർട്ട് റൂം ബിലോ. ഹി ലുക്ക്ഡ് അപ്പ് ഷാർപ്ലി ആസ് ഐ ബേഴ്സ്റ്റ് ഇൻ. സർ, മൈ വോയിസ് ബ്രോക്ക്. ഐ ഹാവ് ടു റിപ്പോർട്ട് സ്മോൾ പോക്സ് ഓൺ ബോർഡ്. ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ ചാർട്ട് റൂമിലായിരുന്നു, കപ്പലിൻ്റെ യാത്രാ മാപ്പുകൾ പരിശോധിക്കുന്ന ചാർട്ട് റൂമിലായിരുന്നു. ഓക്കെ. ആൻഡ് ഹി ലുക്ക്ഡ് അപ്പ് ഷാർപ്ലി ആസ് ഐ ബേഴ്സ്റ്റ് ഇൻ. ഞാൻ മുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അദ്ദേഹം എന്നെ പെട്ടെന്ന് തല ഉയർത്തി നോക്കി. ആൻഡ് ഐ സെറ്റ്, ആൻഡ് മൈ വോയിസ് വാസ് ബ്രേക്കിംഗ്, ഐ സെറ്റ്, സർ, ഐ ഹാവ് ടു റിപ്പോർട്ട് സ്മോൾ പോക്സ് ഓൺ ബോർഡ്. കപ്പലിൽ സ്മോൾ പോക്സ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. 2 of the deck hands. Deck hands means coolies. ഓക്കെ. 2 കീഴ്ജീവനക്കാർക്കാണ് ഈ രോഗം പിടിപെട്ടിരിക്കുന്നത്. ഐ സോ ഹിസ് ലിപ്സ് ഡ്രോ ടൈറ്റ്ലി ടുഗെദർ. ഞാനിത് പറഞ്ഞപ്പോൾ ഹിസ് ലിപ്സ് ബിക്കെയിം ടൈറ്റ്, ഹിസ് ഫേസ് ബിക്കെയിം വെരി ടൈറ്റ്. ദിസ് വാസ് ദ റീസൺ, ബിക്കോസ് ഹീ ന്യൂ ദാറ്റ് ദ ഷിപ്പ് വാസ് പാക്ഡ് വിത്ത് ബ്രിട്ടീഷ് ഓഫീസേഴ്സ്, ആൻഡ് ഹീ ന്യൂ ദാറ്റ് ദ ഷിപ്പ് വാസ് ഫാർ അവേ ഫ്രം ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ, ദാറ്റ് ഈസ് കൊൽക്കത്ത. അപ്പോൾ പെട്ടെന്നൊരു സ്മോൾ പോക്സ് പൊട്ടിപ്പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ പ്രതിസന്ധി തന്നെയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഹിസ് ഫേസ് ബിക്കെയിം വെരി സീരിയസ്. He was a thick-set man of 55. Okay, he was a rather old man, a middle-aged man, thick-set man, a serious man of 55 years, known as a strict disciplinarian. അദ്ദേഹം വളരെ കർക്കശക്കാരനുമായിരുന്നു. But also as a just and fair-minded officer. At the same time, despite being a very disciplinarian, a strong disciplinarian, he was just and a humanitarian, a very kind and merciful officer also. Doctor, he said, drawing up at last and coming close to me, his words unmistakably grim. Listen, you are in charge of the health of the ship. It's entirely up to you. I can't give you any of my officers. I'm overloaded and understaffed. I am overloaded and understaffed. But I'm going to give you the Serang. Believe me, he's the finest man I have. You've got to keep this thing from spreading. And what's more, don't let a whisper of it get out. And or we will have a bloody panic. He is very serious about this. He says that, Doctor, this is your job to control the pandemic. And don't expect me to give you more staff to support you, because I am understaffed and the ship is overcrowded. But I will do you one favor. I will give you the Serang. And please believe me, he's the best man that you can have in the ship. And one more thing, Doctor. Please make sure that the news is not spreading. You have to keep it confidential. This has to be entirely a secret. ഇതായിരുന്നു ക്യാപ്റ്റൻ്റെ നിലപാട്. ഒരു കാരണവശാലും ഈ വാർത്ത പുറത്തറിയരുത്. താങ്കളെ സഹായിക്കുവാനായി എനിക്ക് ആരെ തന്നെയും വിട്ടുതരുവാൻ കഴിയുകയില്ല. കാരണം എനിക്ക് ആവശ്യത്തിന് ജോലിക്കാരില്ല. പക്ഷെ ഒരാളെ ഞാൻ വിട്ടുതരാം. അത് കപ്പലിലെ സ്രാങ്കാണ്. അയാൾ വിശ്വസ്തനാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വാർത്ത പുറത്താരും അറിയരുത്. കാരണം ഈ ഒരു വാർത്ത പുറത്തെത്തിക്കഴിഞ്ഞാൽ ദർ വിൽ ബി പാനിക്, ദർ വിൽ ബി എ ലോട്ട് ഓഫ് ഡിസ്റ്റർബൻസ് ഇൻ ദ ഷിപ്പ് എന്ന് പറഞ്ഞു ക്യാപ്റ്റൻ കൈയൊഴിയുകയാണ്. I left the chart room, realizing with a weakness in my stomach the desperate responsibility of my position. And when I walked out of the room, his chart room, I knew how desperately lonely I was in my responsibility. Here we were, in the middle of the Arabian Sea, 1,500 passengers on board,
aboard. Aboard means on board in the ship. No means whatsoever of vaccinating them. And the smallpox, the most deadly contagion. Contagion means a spreading disease. പകരുന്ന രോഗം. In the whole dictionary of disease. എൻ്റെ അവസ്ഥ എനിക്ക് നന്നായി മനസ്സിലായി. We were in the middle of the Arabian Ocean, the Arabian Sea. And there was no possibility of vaccinating the patients if the pandemic breaks out, if it spreads. And the ship is far away from its destination. I never knew what to do. ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ശങ്കിച്ചുപോയി. Back in the surgery, one of the lascars were in the grip of a violent rigor. I turned from the shivering man to the Serang, whose incalculable eyes remained fixed upon me. Incalculable. You cannot calculate anything from him, from his expression. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നോക്കിയാൽ എന്താണ് അദ്ദേഹം ചിന്തിക്കുന്നതെന്ന് പറയുവാൻ കഴിയുകയില്ല. ഓക്കെ, വി ഹാവ് ഗോട്ട് ടു ഐസൊലേറ്റ് ദീസ് മാൻ. ഐസൊലേറ്റ്, ഒറ്റപ്പെടുത്തുക. ഇപ്പോൾ നമ്മൾ ക്വാറന്റീൻ എന്ന് പറയുന്നതിനാണ് ഐസൊലേറ്റ് എന്ന് പറയുന്നത്. വി ഹാവ് ടു ഐസൊലേറ്റ് ദീസ് മാൻ. ചെക്ക് ഓൺ ദ കോൺടാക്ട്സ്. ഓക്കെ, ആൻഡ് പ്ലീസ് കോൺടാക്ട്. ഇപ്പോൾ നമ്മൾ കോൺടാക്ട് ലിസ്റ്റ് എന്ന് പറയാറുണ്ട്. ഇവർ ആരെയുമായി സമ്പർക്കത്തിലില്ല എന്നുള്ളതും ഉറപ്പുവരുത്തണം. ചെക്ക് ഓൺ ദ കോൺടാക്ട്സ്. ദർ വാസ് നോ സിക്ക് ബേ ഓൺ ബോർഡ്, നോട്ട് an inch of available cabin space. Baffled, I looked at the Serang, who, undismayed, again turned upon me with full force of his eyes. We will make a shelter on the after deck, Dr. Sahib. Very cool there, with plenty of fresh air. He is coming up with a solution. Now, what was the problem there? The problem was that there was no space to isolate, to quarantine these patients. ഈ രോഗം മൂർച്ഛിച്ചു കൊണ്ടിരിക്കുന്ന ഈ പേഷ്യൻസിനെ മാറ്റിക്കിടത്താനായി കപ്പലിൽ ഒട്ടും തന്നെ ഒഴിഞ്ഞ സ്ഥലമില്ല. There is no cabin space. Okay, പ്രധാനപ്പെട്ട കാര്യം, the patients should be isolated so that there is no contact with them. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുമെന്നറിയാതെ സംശയിച്ച് നിൽക്കുമ്പോഴാണ് സെറാങ് തൻ്റെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. He says that in the after deck, in the back of the ship, on the deck, we will make a makeshift tent. അവിടെ ഒരു ടെൻ്റ് അടിച്ച് അവരെ അങ്ങോട്ട് മാറ്റാം. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവർക്ക് അവിടെ കിടക്കാം. മാത്രമല്ല, there is plenty of fresh air. അതവർക്ക് സഹായകരമാവുകയും ചെയ്യും എന്ന് സെറാങ് വളരെ സഹായകരമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ്. ഓക്കെ, in the stern of the ship, protected from view by a battery of derricks and donkey engines. ഓക്കെ, മെഷീനറീസ് ഓഫ് ദ ഷിപ്പ് എന്ന് മനസ്സിലാക്കിയാൽ മതി. കപ്പലിൻ്റെ എഞ്ചിനും അതുമായിട്ടുള്ള യന്ത്രഭാഗങ്ങളും. He set to work. The Serang started to work. Within an hour, he had erected with silent efficiency a large canvas shelter. Mattresses and sheets were then brought up and 2 patients were comfortably installed. വളരെ പെട്ടെന്ന് തന്നെ കപ്പലിൻ്റെ പുറകുവശത്ത് ഇയാൾ ഒരു ടെൻറ്റ് സൃഷ്ടിക്കുകയും അവിടെ ഒരു താൽക്കാലികമായി ഒരുക്കിയ ഒരു കിടപ്പ് സൗകര്യങ്ങളിൽ ഈ പേഷ്യൻസിനെ അങ്ങോട്ട് മാറ്റുകയും ചെയ്തു എന്നുള്ളത്. See the efficiency of this man. He doesn't speak much, but he is completely helpful to the doctor. Okay, we'll continue in the next class.